Online Medical and Nursing Education ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെറ്റബോളിക് ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 20 MCQസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. Question number 1. Which is the largest gland of the body? Option A, skin. Option B, liver. Option C, pancreas. And option D, kidney. Correct answer is option B, liver. Question number 2. Which organ is known as chemical factory in the body? Option A, small intestine. Option B, liver. Option C, lungs. And option D, spleen. Correct answer is option B, liver. Question number 3. The liver is located behind the ribs in option A, the upper right portion of the abdominal cavity. Option B, the upper left portion of the abdominal cavity. Option C, middle right portion of the abdominal cavity. And option D, middle left portion of the abdominal cavity. Correct answer is option A, the upper right portion of the abdominal cavity. Liver locate ചെയ്യുന്നത് റിബ്സിന്റെ ബിഹൈൻഡ് ആയിട്ട് റൈറ്റ് അപ്പർ പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷൻ ആയിട്ടാണ്. ലിവറിന്റെ ഒരു ഭാഗം, അതായത് ഏറ്റവും ചെറിയൊരു ടെയിൽ ഭാഗം മാത്രമാണ് റൈറ്റ് സൈഡിലേക്ക് വരിക. ബാക്കിയുള്ളതെല്ലാം അപ്പർ റൈറ്റ് പോർഷനിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുക. Question number 4. Anatomically, the liver has how many lobes? Option A, 2. Option B, 3. Option C, 4. And option D, 6. Correct answer is option C, 4. Anatomically, liver has 4 lobes. Anatomically, liver 4 lobes ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ലോബ്, ലെഫ്റ്റ് ലോബ്, ക്വാഡ്രേറ്റ് ആൻഡ് ക്വാഡ്രേറ്റ്. ക്വാഡ്രേറ്റ് ലോബ് എന്ന് പറയുന്നത് റൈറ്റ് ലോബിന്റെ അടിഭാഗത്തായിട്ടാണ് കാണുക. ക്വാഡ്രേറ്റ് ലോബ് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബിന്റെ ഇടഭാഗത്ത്, അത് ആന്റീരിയർ ആയിട്ട്, അത് ലിവറിന്റെ ആന്റീരിയർ ആൻഡ് സുപ്പീരിയർ ലൊക്കേഷനിലാണ് കാണുക. ഇത് നമ്മളൊരു പിക്ചറിന്റെ സഹായത്തോടെ നോക്കാം. ഇമേജിന്റെ ആദ്യത്തെ ഭാഗത്തിൽ റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പോസ്റ്റീരിയർ വ്യൂ ആണ്. പോസ്റ്റീരിയർ വ്യൂവിൽ നോക്കുമ്പോഴാണ് നമുക്ക് ക്വാഡ്രേറ്റ് ലോബും ക്വാഡ്രേറ്റ് ലോബും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ അനാറ്റമിക്കലി 4 ലോബ്സ് ആയിട്ടാണ് ലിവറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Question number 5. Small division of the liver defined at the microscopic scale is called dash. Option A, vesicle. Option B, duct. Option C, lobes. Option D, lobules. Correct answer is option D, lobules. മൈക്രോസ്കോപ്പിക് വ്യൂവിൽ കാണുന്ന ലിവറിന്റെ സ്മോൾ ഡിവിഷൻസിനെ വിളിക്കുന്ന പേരാണ് ലോബ്യൂൾസ്. Question number 6. Resident liver macrophages present in the liver is known as dash. Option A, phagocytosis. Option B, lymph. Option C, Kupffer cells. Option D, monocytes. Correct answer is option C, Kupffer cells. ലിവറിൽ ഓക്യുപ്പൈ ചെയ്യുന്ന മാക്രോഫേജസിനെയാണ് കുഫർ സെൽസ് എന്ന് വിളിക്കുക. കുഫർ സെൽസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോർട്ടൽ ബ്ലഡിലൂടെ ലിവറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുക എന്നുള്ളതാണ്. Question number 7. Among the following, which vitamin is stored in liver? Option A, vitamin A. Option B, vitamin B. Option C, vitamin D. And option D, all the above. Correct answer is option D, all the above. ലിവറിൽ കോമൺ ആയിട്ടും സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, അതുപോലെ ബി കോംപ്ലക്സിന്റെ ചില ഫോംസ് ലാർജ് എമൗണ്ടിൽ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇതുകൂടാതെ അയൺ, കോപ്പർ എന്നുള്ള സബ്സ്റ്റൻസസ് ഒക്കെ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മറ്റ് എലമെന്റ്സ് ആണ്. Question number 8. The smallest bile duct located between the lobules of the liver is dash. Option A, canaliculi. Option B, duct. Option C, biliary duct. And option D, all the above. Correct answer is option A, canaliculi. ലിവറിന്റെ സെൽസിനെ ഹെപ്പാറ്റിക് സെൽസ് അല്ലെങ്കിൽ ഹെപ്പാറ്റോസൈറ്റ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ ഹെപ്പാറ്റോസൈറ്റിൽ നിന്നും ഉണ്ടാവുന്ന സെക്രീഷൻസിനെ കളക്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഡക്റ്റുകളെ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് പോലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് കനാലിക്കുലി അല്ലെങ്കിൽ കനാലിക്കുലസ് എന്ന് വിളിക്കുക. ഈ കനാലിക്കുലി ജോയിൻ ചെയ്തിട്ട് അത് വീണ്ടും ലാർജർ ബൈൽഡ് ഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ലാർജർ ബൈൽ ഡക്റ്റ് പിന്നീട് ഹെപ്പാറ്റിക് ഡക്റ്റ് ആയിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡക്റ്റിന്റെ സെക്രീഷൻസ് ഡക്റ്റിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഹെപ്പാറ്റോസൈറ്റിൽ നിന്നും ഉണ്ടാകുന്ന സെക്രീഷൻസ് കനാലിക്കുലി എന്ന് പറയുന്ന സ്മോളസ്റ്റ് ബൈൽ ഡക്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ കനാലിക്കുലിയിൽ നിന്നും വീണ്ടും സെക്രീഷൻസ് ലാർജർ ബൈൽ ഡക്റ്റിലേക്ക് കളക്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന സെക്രീഷൻസ് ഈ ബൈൽ ഡക്റ്റിൽ നിന്നും ഹെപ്പാറ്റിക് ഡക്റ്റിലേക്ക് ഒഴുകുന്നു. ഇപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം സ്മോളസ്റ്റ് ബൈൽ ഡക്റ്റ് ആർ കോൾഡ് ആസ് കനാലിക്കുലി. Question number 8. A dark green to yellowish brown fluid produced by the liver that aids the digestion of lipids in the small intestine is dash. Option A, bile. Option B, chyme. Option C, bolus. And option D, bilirubin. Correct answer is option A, bile. ബൈലിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളർ ആയിരിക്കും. ഇത് ലിപ്പിഡ്സിന്റെ ഡൈജഷന് വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സെക്രീഷനാണ്. Question number 9. Which is the pigment derived from the breakdown of hemoglobin? Option A, melanin. Option B, bilirubin. Option C, keratin. And option D, all the above. Correct answer is option B, bilirubin. ഹിമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗണിൽ നമുക്ക് ഡിറൈവ് ചെയ്യുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ബിലിറൂബിൻ ആണ്. ഹീമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗണിനെ കുറിച്ചുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹീമോഗ്ലോബിൻ ആദ്യം ബ്രേക്ക് ഡൗൺ ആവുന്നത് ഹീം എന്നും ഗ്ലോബുലിൻ എന്ന രണ്ട് ഭാഗമായിട്ടാണ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഹീം എന്ന് പറയുന്ന സബ്സ്റ്റൻസസ് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് കാർബൺ മോണോക്സൈഡും അതുപോലെ ബിലിവർഡിനായിട്ട് മാറുന്നു. ഈ ബിലിവർഡിൻ വീണ്ടും എൻസൈമിന്റെ പ്രവർത്തനം കൊണ്ട് ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ബിലിറൂബിൻ വീണ്ടും യൂറിനിലൂടെയും ഫീക്കസിലൂടെയും അത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഹീം ഇനിഷ്യലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ബിലിവർഡിനായിട്ടാണ്. ഈ ബിലിവർഡിൻ ഒരു ഗ്രീൻ കളറുള്ള പിഗ്മെന്റ് ആണ്. പുറത്ത് വെക്കുക, ബിലിവർഡിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ പിഗ്മെന്റ് ആണ്. റാപ്പിഡ്ലി റെഡ്യൂസസ് ഇൻ ടു ബിലിറൂബിൻ. ബിലിറൂബിന്റെ കളർ ഓറഞ്ച് ടു യെല്ലോ കളറുള്ള പിഗ്മെന്റ് ആണ്. അപ്പൊ ഈ പ്രോസസ്സ് മെയിൻ ആയിട്ട് നടക്കുന്നത് ലിവറിലും സ്പ്ലീനും രണ്ട് ഓർഗൻസിലൂടെയാണ്. Question number 10. In which part of the body bilirubin is converted into urobilinogen? Option A, large intestine. Option B, small intestine. Option C, gallbladder. And option D, liver. Correct answer is option B, small intestine. നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പഠിച്ച ആ ഒരു ഹീമിന്റെ മെറ്റബോളിസത്തിന്റെ ചാർട്ടിൽ ബിലിവർഡിൻ എന്ന് പറയുന്നത് ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കണ്ടു. ഈ ബിലിറൂബിൻ വീണ്ടും കോൺജുഗേറ്റഡ് ആൻഡ് അൺകോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഓക്സിഡൈസേഷൻ പ്രോസസ്സിലൂടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് യൂറോബിലിനോജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന യൂറോബിലിനോജൻ സ്റ്റൂളിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അതിനു മുമ്പായിട്ട് 50% യൂറോബിലിനോജൻ വീണ്ടും ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. അതുകൂടാതെ കുറച്ച് യൂറോബിലിനോജൻ കിഡ്നിയിലൂടെ അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ യൂറിനിലെ ആ ഒരു കളർ ചേഞ്ചിനൊക്കെ കാരണം യൂറോബിലിനോജൻ ആണ്. അതുപോലെ യൂറോബിലിൻ സ്റ്റൂളിലും കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്ക്രീഷൻ പാറ്റേൺ. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഹീമിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഫോം ചെയ്യുന്ന ബിലിറൂബിൻ, കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബാക്ടീരിയൽ ഓക്സിഡൈസേഷൻ കാരണം യൂറോബിലിനോജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ നല്ലൊരു ഭാഗം യൂറോബിലിനോജനും ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്ത് സർക്കുലേഷനിലേക്ക് പോകുന്നു. ബാക്കിയുള്ളത് യൂറിനിലൂടെയും അതുപോലെ സ്റ്റൂളിലൂടെയും എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ടേബിളർ കോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ലിവർ ഫംഗ്ഷൻ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേബിളർ കോളമാണ്. ഇതിലെ നോർമൽ വാല്യൂസും അതുപോലെ അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടും പിഗ്മെന്റൽ സ്റ്റഡീസ്, ലിവറിൻ്റെ പിഗ്മെന്റൽ സ്റ്റഡീസ്, അതുപോലെ യൂറിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ സ്റ്റഡീസ്, അതിൻ്റെ നോർമൽ വാല്യൂസ്, അതിൻ്റെ ക്ലിനിക്കൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലിവർ ഫങ്ഷൻ സ്റ്റഡീസിൻ്റെ ടേബിളർ കോളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രോത്രോംബിൻ ടൈം, ദെൻ സീറം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ഇവിടെ ഈ ഒരു ബോക്സിൽ കാണുന്നത് നോർമൽ വാല്യൂസ് ആണ്. ഇവിടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. അതുപോലെ സീറം അമിനോ ട്രാൻസ്ഫറേസ് സ്റ്റഡീസ്, സീറം അമോണിയം, കൊളസ്ട്രോൾ ലെവൽ,
അതുകൂടാതെ ലിവറുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ഒരു ടേബിളർ കോളമാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. വേരിയം സ്റ്റഡീസ് ഓഫ് ഈസോഫാഗസ്, അബ്ഡോമിനൽ എക്സ്റേ, ലിവർ സ്കാൻ, കോളിസിസ്റ്റോഗ്രാം, കോളിയാൻജിയോഗ്രാം, celiac axis arteriography, splenoprotrogram, ലാപ്രോസ്കോപ്പി, ലിവർ ബയോപ്സി. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് ഇവിടെ സൈഡിലത്തെ കോളത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. Question number 11. Major complication of liver biopsy is option A, bleeding, option B, bile peritonitis, option C, infection, and option D, option A and option B. Correct answer is option D, option A and option B. Major complication of liver biopsy is bleeding and bile peritonitis. ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ബൈലിൻ്റെ എൻട്രി കൊണ്ടുണ്ടാകുന്ന പെരിറ്റോണിയൽ ഇൻഫ്ലമേഷൻ, ഇത് രണ്ടും ലിവർ ബയോപ്സിയിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന രണ്ട് പ്രസൻറ്റേഷനാണ്. Question number 12. Site for liver biopsy is dash. Option A, right 7th or 8th intercostal space in mid-axillary line. Option B, left 7th or 8th intercostal space in the mid-axillary line. Option C, right 5th or 6th intercostal space in mid-axillary line. And option D, left 5th or 6th intercostal space in the mid-axillary line. Correct answer is option A, right 7th or 8th intercostal space in mid-axillary line. ലിവർ ബയോപ്സിയുടെ സൈറ്റ്, കറക്റ്റ് ആയിട്ടുള്ള ബയോപ്സി നീഡിൽ എൻറ്റർ ചെയ്യേണ്ട സൈറ്റ് ഏതാണെന്നുള്ളതാണ്. റൈറ്റ് സൈഡിൽ 7th or 8th ഇന്റർകോസ്റ്റൽ സ്പേസിൽ ആണ് എൻറ്റർ ചെയ്യേണ്ടത്. ഈ എൻറ്റർ ചെയ്യേണ്ടത്, പ്രിക്ക് ചെയ്യേണ്ടതിൻ്റെ ലൈൻ എന്ന് പറയുന്നത് മിഡ് ആക്സിലറി ലൈനിലാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. Question number 12. Liver disease resulting from increased bilirubin concentration in the blood is dash. Option A, portal hypertension. Option B, cirrhosis. Option C, jaundice. And option D, hepatic encephalopathy. Correct answer is option C, jaundice. Liver disease resulting from increased bilirubin concentration in the blood is jaundice. ജോണ്ടിസിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്ലഡിൽ ബിലിറൂബിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്നതാണ്. പലതരത്തിലുള്ള ജോണ്ടിസ് ഉണ്ട്. ഒന്ന് ഹീമോലൈറ്റിക് ജോണ്ടിസ്. ഇതിന് കാരണം റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ആണ്. നമ്മൾ ഹീമോഗ്ലോബിൻ്റെ ബ്രേക്ക് ഡൗൺ കണ്ടു. ഹീമോഗ്ലോബിൻ്റെ വേറൊരു പേരാണ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഇതിൽ ഹീമിൻ്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബാക്കിയുള്ള സൈക്കിളൊക്കെ മുന്നത്തെ ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടെ ബിലിവർഡിൻ ഉണ്ടാവുന്നു, ബിലിറൂബിൻ ഉണ്ടാവുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഹീമോലൈറ്റിക് ജോണ്ടിസിൽ ഏതെങ്കിലും കാരണവശാൽ ഇൻഫെക്ഷൻ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ കൂടുന്ന സമയത്ത് ബിലിറൂബിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുതലായിട്ട് കാണുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ജോണ്ടിസ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോസെല്ലുലാർ ജോണ്ടിസ് ആണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ലിവർ സെൽസിന് ഡാമേജ് ഉണ്ടാകുന്നത് മൂലം ബ്ലഡിലുള്ള ബിലിറൂബിൻ്റെ അളവ് നോർമൽ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ബിലിറൂബിൻ്റെ അളവ് കൂടുകയും ജോണ്ടിസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുള്ള കാരണമായിട്ട് പറയുക വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. കോമൺ ആയിട്ടും ഹെപ്പാറ്റോസെല്ലുലാർ ജോണ്ടിസ് ഉണ്ടാവാൻ കാരണമാകുന്ന വൈറസുകൾ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി ആൻഡ് ഇ. അതുപോലെ മറ്റ് വൈറസ് ഇൻഫെക്ഷനുകളും ഹെപ്പാറ്റിക് ഡാമേജ് ഉണ്ടാക്കുന്നു. അതുവഴി ഹെപ്പാറ്റോസെല്ലുലാർ ജോണ്ടിസിലേക്ക് ലീഡ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് വരുന്നൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ്. ഏതെങ്കിലും കാരണവശാൽ ലിവർ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്തത് ഫ്ലോ ചെയ്യുന്നതിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും ആ ഒബ്സ്ട്രക്ഷൻ അതിൻ്റെ അളവുകളിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു. ഇതിന് കാരണം ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ്സ് ആകാം, ബൈൽ ഡക്റ്റിനുണ്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻ, അതല്ലെങ്കിൽ ഒരു ട്യൂമർ, അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അബ്ഡോമിനൽ ഓർഗൻ്റെ പ്രഷർ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലോയ്ക്ക് ഒക്ലൂഷൻ സംഭവിക്കുന്നു. അതുവഴി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലേക്ക് ലീഡ് ചെയ്യുന്നു. നാലാമതുണ്ടാകുന്നത് ഹെറിഡിറ്ററി ഹൈപ്പർ ബിലിറൂബിനീമിയ. ഇതിന് പ്രധാനമായ കാരണം ജനറ്റിക് ഫാക്ടറാണ്. അപ്പോൾ അവിടെ ഇൻക്രീസ്ഡ് സീറം ബിലിറൂബിൻ ലെവൽ കാണുന്നു. എക്സാമ്പിൾ ഗിൽബർട്ട് സിൻഡ്രോം. Question number 13. Dash can be developed due to obstructed blood flow through portal vein. Option A, cirrhosis. Option B, hepatic encephalopathy. Option C, esophageal varices. And option D, all the above.
Correct answer is option C, esophageal varices. Esophageal varices can be developed due to obstructed blood flow through portal vein. പോർട്ടൽ ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്, പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിനെ കളക്ട് ചെയ്ത് ലിവറിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസലാണ്. ഇവിടെയാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിന്റെ ചേഞ്ച് റിട്രോ പെരിറ്റോണിയൽ വെയിൻസിലേക്ക്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനുമായി ബന്ധപ്പെട്ട് വരുന്ന വെയിൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയുടെ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കൂടുതൽ പ്രഷർ ഗ്രേഡിയന്റ് വ്യത്യാസപ്പെടുത്തുന്നു. ഒബ്സ്ട്രക്ട് ചെയ്യുന്നതിനേക്കാളും എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അവിടെയുള്ള പ്രഷർ ഗ്രേഡിയന്റിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ അവിടെയുള്ള ബ്ലഡ് വെസൽസിന് പ്രഷർ കൂടുകയും ഈസോഫാഗസിലുള്ള ബ്ലഡ് വെസൽസിന് റപ്ചർ ചെയ്യാനായിട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈസോഫേജിയൽ വെരീസസ് പോർട്ടൽ ഹൈപ്പർ ടെൻഷനിലൂടെ ഉണ്ടാവാനുള്ള കാരണം. Question number 14. Which of the following primary site has highest incidence to spread cancer to the liver? Option A, brain. Option B, kidney. Option C, bone. And option D, breast. Correct answer is option D, breast. ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ക്യാൻസർ പ്രൈമറി സൈറ്റ് ആവുന്ന സാഹചര്യങ്ങളിൽ ലിവറിലേക്ക് ഈ ക്യാൻസർ സെൽസ് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Question number 15. Which tumor considered as the most frequent primary malignant tumor of the liver? Option A, acinar cell carcinoma. Option B, angiosarcoma. Option C, hepatocellular carcinoma. And option D, cholangiocarcinoma. Correct answer is option C, hepatocellular carcinoma. Hepatocellular carcinoma ആണ് ലിവറിലെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകുന്ന പ്രൈമറി മെലിഗ്നന്റ് ട്യൂമർ ആയിട്ട് അറിയപ്പെടുക. Question number 16. Pancreatic carcinoma arises from which of the following cells? Option A, pancreatic blood vessels. Option B, acinar cells. Option C, ductal epithelial cells. And option D, islets of Langerhans. Correct answer is option A, pancreatic blood vessels. Pancreatic carcinoma arise ചെയ്യുന്നത് pancreatic blood vessels നിന്നാണ്. Question number 17. Dash is used to reduce the amount of ammonia in the blood of the patient with liver disease. Option A, stool softeners. Option B, lactulose. Option C, enema. And option D, all the above measures. Correct answer is option B, lactulose. ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ബ്ലഡിലെ അമോണിയത്തിന്റെ അളവ് കൂടുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക ലാക്ടുലോസ് ആണ്. Question number 18. Patients with liver dysfunction resulting from biliary obstruction commonly develop. Option A, pruritus. Option B, spider angiomas. Option C, palmar erythema. And option D, all the above. Correct answer is option D, all the above. ലിവർ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യൻസിൽ ബൈൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ബൈൽ സോൾസ് കൂടുതലായിട്ടും അവിടെ കെട്ടിക്കിടക്കുന്നു. ഇത് പേഷ്യന്റിൽ സിവിയർ ഇച്ചിങ് അല്ലെങ്കിൽ പ്രൂറൈറ്റിസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു. അതുപോലെ തന്നെ പേഷ്യന്റിന് വാസ്കുലർ ആയിട്ടുള്ള ചില സിംറ്റംസ് കാണിക്കും. അതായത് സ്പൈഡർ ആൻജിയോമ ഒരു എക്സാമ്പിൾ ആണ്. ഒരു സ്പൈഡറിന്റെ ലെഗ്സ് പോലെ, അതായത് ഒരു ചിലന്തിയുടെ കാലിങ്ങനെ എട്ടുകാലിയുടെ കാലിരിക്കുന്നത് പോലെ തരത്തിലുള്ള ഒരു നേർത്ത ലൈൻ പോലെ കാണുന്നതാണ് സ്പൈഡർ ആൻജിയോമാസ്. ഇതൊരു വാസ്കുലർ സിംറ്റം ആണ്. എസ്പെഷ്യലി ഇത് അര ഭാഗത്തൊക്കെ ആയിട്ട്, ഒരാളുടെ അരയുടെ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ട് സ്പൈഡർ ആൻജിയോമാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ റെഡ്നെസ് ഓഫ് ദ പാംസ് വളരെ കോമൺ ആയിട്ട് കാണുന്നു. അതിനെ എറിത്തീമ എന്നാണ് വിളിക്കുക. Question number 19. Which of the following specimens contain hepatitis B virus in an infected person? Option A, saliva. Option B, semen. Option C, blood. And option D, all the above. Correct answer is option D, all the above. ഹെപ്പറ്റൈറ്റിസ് ബി വൈറൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിന്റെ സ്പെസിമെൻസ് എല്ലാം തന്നെ ഇൻഫെക്റ്റഡ് ആയിരിക്കും. ലൈക്ക് സ്പെസിമെൻസ് ലൈക്ക് സലൈവ, സെമൻ, ബ്ലഡ്, ഇതെല്ലാം ഇൻഫെക്റ്റഡ് ആയിരിക്കും. നമ്മളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണം. Question number 20. Surgical removal of liver lobe is known as dash. Option A, cryosurgery. Option B, lobectomy. Option C, lobotomy. And option D, anastomosis. Correct answer is option B, lobectomy. ക്രയോസർജറി എന്ന് പറയുന്നത് ഒരു കോൾഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടൻസ് ചെയ്യുന്ന ഒരു സർജറിയാണ്.
അതേസമയം ലോബെക്ടമി എന്ന് പറയുന്നത് എക്ടമി എവിടെ കണ്ടാലും റിമൂവൽ എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. എക്ടമി മീൻസ് റിമൂവൽ. അപ്പം എപ്പോഴും എക്ടമി വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, അതിന് മുമ്പിൽ എന്താണോ റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലോബെക്ടമി എന്ന് പറയുന്നത് ലിവറിൻ്റെ ലോബ് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പൻഡെക്ടമി എന്ന് പറയുമ്പോൾ അപ്പൻഡിക്സ് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്ടമി എപ്പോഴും ഓർത്ത് വെക്കുക. അതുപോലെ ഓട്ടമി മീൻസ് ഓപ്പണിംഗ് ആണ്. ലൊബോട്ടമി മീൻസ് ലോബ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓട്ടമി എവിടെ വന്നാലും ഓർത്ത് വയ്ക്കുക, അത് ഓപ്പണിംഗ് ആണ്. അനസ്റ്റമോസിസ് എന്നുള്ള വാക്ക് എപ്പോഴും തുന്നിച്ചേർക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുക. അപ്പം രണ്ട് വെസലുകൾ തമ്മിൽ തുന്നിച്ചേർക്കുമ്പോൾ അതിനെ അനസ്റ്റമോസിസ് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോബെക്ടമി. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു എ ഗുഡ് ഡേ.